റൈറ്റിംഗ് ഓൺ ദ വാൾ, ചുവരെഴുത്ത്, കാണാത്തവരുടെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റ് കുട്ടയിലായിരിക്കും, ഡസ്റ്റ്ബിനിലായിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെ ചുവരെഴുത്ത് കാണാത്ത ചില ആൾക്കാരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെ ശശി തരൂർ വീണ്ടും അടുത്ത വെടി പൊട്ടിച്ചു. അത് പോഡ്കാസ്റ്റ് രൂപത്തിലാണ്. പോഡ്കാസ്റ്റ് PODCAST. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഓഡിയോ ഫയലാണ്. ഇൻ്റർനെറ്റ് ലോകത്ത് അത് വീഡിയോ ആകണം നിർബന്ധമൊന്നുമില്ല. പോഡ്കാസ്റ്റ് ഒരു ഡിജിറ്റൽ ഓഡിയോ ഫയലിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് തന്നെ അദ്ദേഹം ആദ്യ ലേഖനം എഴുതിയ കേരളം നിക്ഷേപ സൗഹൃദമാണെന്ന് ഉള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഡേറ്റ വെച്ചിട്ട് ചെയ്തതിന് പിന്നാലെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വിടാതെ തരൂരിനെ പിന്തുടർന്നിട്ട് തരൂരിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നു. അതാണിപ്പോൾ പുതിയ ചർച്ചാ വിഷയം. അതിൽ അദ്ദേഹം പറയുന്നത്, സൂക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിൽ മൂന്നാമതും UDF പ്രതിപക്ഷത്തിരിക്കും എന്നാണ് അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ പറയുന്നത്. അതിപ്പോൾ അടുത്ത വിവാദമായി. എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് വിളിച്ച് സംസാരിച്ചു. രാഹുൽ ഗാന്ധിയായിട്ട് 1-to-1 മീറ്റിംഗ് നടന്നു, വേറെ ആരുമില്ലാതെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ. ഇത് കഴിഞ്ഞിട്ടും തരൂർ തന്റെ നിലപാട് കടുപ്പിച്ചു തന്നെയാണ് അടുത്ത പോഡ്കാസ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ലേഖനം ഇപ്പോൾ പോഡ്കാസ്റ്റ് ഓഡിയോ ഡിജിറ്റൽ ഫയൽ വന്നിരിക്കുന്നത്. അതാണ് റൈറ്റിംഗ് ഓൺ ദ വാൾ. ഇപ്പം അത് ഡിജിറ്റൽ വാളാണ് ഇന്റർനെറ്റ് ലോകത്ത്, ഓൺലൈൻ മീഡിയയിൽ. അതിപ്പോൾ വലിയ വിവാദമായി. തരൂർ പറഞ്ഞിരിക്കുന്നു, സൂക്ഷിച്ചില്ലെങ്കിൽ UDF മൂന്നാമതും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. നിക്ഷേപക സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ഉച്ചകോടി വൻ വിജയമായി. അതിനു മുമ്പാണ് തരൂർ ലേഖനം എഴുതിയത്. അപ്പോൾ തരൂരിനി പുറത്തേക്കാണോ, പാർട്ടി വിട്ടു പോകുമോ, കോൺഗ്രസ് വിട്ടു പോകുമോ? കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. K. മുരളീധരന്റെ പ്രതികരണം ഓൾറെഡി വന്നു. അദ്ദേഹം പറഞ്ഞു തരൂർ കോൺഗ്രസ് വിട്ടു പോകരുത് എന്നാണ് തൻ്റെ ആഗ്രഹം. പക്ഷെ പാർട്ടി അച്ചടക്കം പാലിച്ച് പാർട്ടിക്കകത്ത് നിൽക്കണം. കേരളത്തിൽ തരൂരിൻ്റെ സേവനം കേരളത്തിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിലാണ് ആവശ്യം. ഒരു ദേശീയ ലെവലിൽ പാർലമെന്റിലുമൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം എന്ന് K. മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അത് യാഥാർത്ഥ്യബോധത്തോടെയാണ്. ഇപ്പം തരൂർ പറഞ്ഞത്, കേരളത്തിൽ കോൺഗ്രസിന് നേതൃദാരിദ്ര്യമുണ്ട്, നല്ല നേതാക്കളില്ല എന്ന് തുറന്നടിക്കുകയാണ് ഈ പോഡ്കാസ്റ്റിൽ. അപ്പം നിക്ഷേപക സംഘവുമായിട്ട് കൊച്ചിയിലെ സമ്മിറ്റുമായിട്ട് ഇതിനെ നമ്മൾ ചേർത്ത് വായിക്കുക. കൊച്ചിയിൽ ഈ ബ്ലാബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതായത് 374 അപേക്ഷകൾ, ഈ താല്പര്യ പത്രങ്ങൾ ഒപ്പിട്ട പട്ടിക ഇനിയും നീളും. സമ്മിറ്റ് കഴിഞ്ഞിട്ടും വീണ്ടും താല്പര്യ കാണിച്ചുകൊണ്ട് കമ്പനികളും നിക്ഷേപകരും സംരംഭകരും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യവസായ വാണിജ്യ മന്ത്രി P. രാജീവ് ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. സംഗമം കഴിഞ്ഞിട്ടും, കൊച്ചിയിലെ ഉച്ചകോടി കഴിഞ്ഞിട്ടും അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴേക്കും കൂടുതൽ പേര് വന്നിട്ട് ഫൈനൽ ലിസ്റ്റ് അപ്പോഴേ പുറത്തുവിടാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ 374 അപേക്ഷകര് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, 1.53 ലക്ഷം കൃത്യമായി പറഞ്ഞാൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. ഇനി ഞങ്ങൾ പറയട്ടെ, ലെഫ്റ്റ് റൈറ്റ് വോയിസ് പറയട്ടെ, ഇതിൽ പകുതി തന്നെ നടന്നാൽ തന്നെ വൻ വിജയമാണ്. ഈ 1.5 ലക്ഷം കോടിയുടെ ഈ ഓഫർ വന്നത് ഇനി 1 ലക്ഷം കോടിയുടെ നടന്നാൽ പോലും പോട്ടെ, 50 ലക്ഷം കോടിയുടെ നടന്നാൽ പോലും, 1 കോടി എന്നുള്ളത് വിട്ട് 50 ലക്ഷം കോടിയുടെ നടന്നാൽ പോലും കേരളത്തിന് വൻ കുതിച്ചുചാട്ടമാണ് ഈ നിക്ഷേപക സംഗമം, ഇൻവെസ്റ്റ് കേരള കൊച്ചിയിലെ ഉച്ചകോടി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതിന്റെ ഫോളോ അപ്പിന് വ്യവസായ വകുപ്പിലും സർക്കാർ തലത്തിലും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഫോളോ അപ്പ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെ അതിനൊരു ടീമിനെ ഉണ്ടാക്കും. അതിന്റെ വേറെ ഫോളോ അപ്പ് അപ്രൈസിംഗ് ടീം വേറെ ഉണ്ടാവും. അപ്പൊ അതൊരു മെക്കാനിസമായിട്ട് ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഒരു മെക്കാനിസമായിട്ട് അതിനെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് P. രാജീവ് ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവത്തോട് പോവുകയാണ്. കാരണം ഇതിന്റെ മുന്നൊരുക്കങ്ങൾ, ഒരു 45 യോഗങ്ങൾ ഇതിനു മുമ്പ് നടന്നിരുന്നു. കേരളത്തിനകത്തും പുറത്തും വിദേശത്തും 45 മീറ്റിങ്ങുകൾ നടന്നതിന് ശേഷമാണ് കൊച്ചിയിൽ ഇൻവെസ്റ്റ് കേരള മീറ്റ് നടക്കുന്നത്. സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു. ഈ ഓരോ 45 മീറ്റിങ്ങുകളിലും നിങ്ങൾ കേരളത്തിലേക്ക് വരൂ, കാലം മാറി,
നമ്മുടെ പഴയ കേരളമല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും അനുകൂല സംസ്ഥാനമാണ്, നിങ്ങൾ വരൂ എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇത്രയും പേര് 3500 4000-ഓളം പേര് സംരംഭകരുൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ, മന്ത്രിമാർ ഉൾപ്പെടെ, അംബാസഡർമാർ ഉൾപ്പെടെ, ഡിപ്ലോമാറ്റ്സ് ഉൾപ്പെടെ, നിക്ഷേപകരുൾപ്പെടെ കൊച്ചിയിൽ 2 ദിവസം വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. പണ്ട് എമർജിംഗ് കേരള എന്ന് പറഞ്ഞിട്ട് എമർജിംഗ് കേരള നടത്തി ഇവിടെ കൊച്ചിയിലെ ലേമർഡിനിൽ UDF പറഞ്ഞ കാലത്ത് 2011 എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വന്ന് സംസാരിച്ചു പോയി ഒരൊറ്റ പ്രോജക്റ്റ് പോലും നടപ്പായിട്ടില്ലാത്തത് അതൊരു ഹോംവർക്ക് ഇല്ലാത്ത പരിപാടിയായിരുന്നു ജിം. ഇപ്പം UDF പറയുന്നില്ല, ഞങ്ങളാണിത് ആദ്യം നടത്തിയത്, സ്റ്റാർട്ടപ്പ് ഞങ്ങളാണല്ലോ ആദ്യം കൊണ്ടുവന്നത്. എമർജിംഗ് കേരള ഇതൊക്കെ UDF എന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 കൊച്ചിയിൽ ലേമർഡിനൊക്കെ നടത്തിയിട്ട് എന്തുണ്ടായി? ഒരു ഇൻവെസ്റ്റ്മെന്റും വന്നില്ല. ആ സ്ഥാനത്താണ് കൃത്യമായ ഹോംവർക്ക് നടത്തിയിട്ട് ഇത്രയും വലിയ ഒരു പ്രസൻസ് സാന്നിധ്യം കൊച്ചിയിലുണ്ടായത്. അതിൻ്റെ ഫോളോ അപ്പിന് പോസ്റ്റ്, അതായത് പ്രീ സമ്മിറ്റ് ആൻഡ് പോസ്റ്റ് സമ്മിറ്റ്. പ്രീ സമ്മിറ്റ്, ഒരു സമ്മിറ്റ് നടക്കുമ്പോൾ നിക്ഷേപക സംഗമോ എന്തോ ആവട്ടെ, അതിന് പ്രീ സമ്മിറ്റ് ആക്ടിവിറ്റി വേണം. അതാണ് 45ഓളം മീറ്റിങ്ങുകൾ വ്യവസായ വകുപ്പിന്റെ P രാജീവിന്റെ നേതൃത്വത്തിൽ, മന്ത്രിയുടെ നേതൃത്വത്തിൽ ലോകത്തുൾപ്പെടെ നടത്തിയിട്ടാണ് ഈ സമ്മിറ്റ് നടന്നത്. ഇനി പോസ്റ്റ് സമ്മിറ്റ് മെക്കാനിസം പോലും സർക്കാർ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഭരണതലത്തിൽ തന്നെ കൊണ്ടുവരുന്ന കാര്യമാണ് P രാജീവ് പറഞ്ഞത്. അപ്പൊ ഇറ്റ് ഈസ് വെരി സീരിയസ്. അതാണ് റൈറ്റിംഗ് ഓൺ ദ വാൾ, കാലത്തിന്റെ ചുവരെഴുത്ത്. അത് ഇപ്പൊ ഡിജിറ്റൽ വാളാണ്. കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം, പ്രതിപക്ഷ സ്ഥാനം ഇനിയും പ്രതിപക്ഷത്തായിരിക്കുന്നു ശശി തരൂര് പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് 3ാം തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും എന്നാണ് പുതിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത പുതിയ പോഡ്കാസ്റ്റിൽ ശശി തരൂര് പറഞ്ഞിരിക്കുന്നത്. എന്തേ കോൺഗ്രസ്സുകാർക്ക് നേരം വെളുക്കാത്തത്? ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുക. പക്ഷേ എതിർപ്പ് മുനയൊടിഞ്ഞുപോയി. എന്തുകൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ക്ഷണിതാവായിട്ട് കൊച്ചി സമ്മിറ്റിന്റെ സമാപന യോഗത്തിൽ വന്ന് പ്രസംഗിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ PK കുഞ്ഞാലിക്കുട്ടി വന്നവിടെ സംസാരിക്കേണ്ടി വരുന്നത്? ഞങ്ങൾ വികസനത്തിനെതിരല്ല, രാഷ്ട്രീയം മറന്ന് വികസനത്തിന് ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് ഇത്രയും നാൾ ഇതിനിട്ട് പാരപെടുക VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി പാരപെടുമെന്ന് നമ്മൾ പറയുന്നില്ല, മുസ്ലിം ലീഗ്. ഇതിനെ അട്ടിമറിക്കാൻ നോക്കിയ VD സതീശൻ തന്നെ ആ വേദിയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നത്, വികസനത്തിന് രാഷ്ട്രീയം മറന്ന് ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? PK കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? തരൂരിന്റെ ഈ പോഡ്കാസ്റ്റ് അടുത്ത മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോയി, എനിക്ക് വേറെ വഴികളുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും പ്രതിപക്ഷത്ത് UDF കേരളത്തിൽ ഇരിക്കേണ്ടി വരും, ഇവിടെ നേതൃദാരിദ്ര്യമുണ്ട്, കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്നാണ് ശശി തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ അദ്ദേഹം പോഡ്കാസ്റ്റിൽ പറയുന്ന ഒരു പ്രധാനം, അതും ഡേറ്റ വെച്ചിട്ട് പറയും, ദേശീയ തലത്തിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് ശതമാനം 19% മാത്രമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ഇത് 26-27% വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി ഒരിക്കലും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല. ഈ 19% വോട്ട് ഷെയർ 26-27% വർദ്ധിപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് നമ്മുടെ പ്രതിപക്ഷത്തുള്ള അനുകൂല സഖ്യകക്ഷികളുമായിട്ട് കുറെ കൂടെ വിപുലമായ സഖ്യമുണ്ടാക്കണം. ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൽ കോൺഗ്രസിന്റെ മണ്ടത്തരം കൊണ്ടാണല്ലോ കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നത്. കേവല ഭൂരിപക്ഷം പോലും BJP കിട്ടിയിട്ടില്ല എങ്കിൽ പോലും. ഒരുപക്ഷെ ഞങ്ങൾ മുൻ വീഡിയോ പറഞ്ഞിട്ട് ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാമായിരുന്നു, കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നടക്കാതെ പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമായിരുന്നു. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സീ ദ റൈറ്റിംഗ് ഓൺ ദ വാൾ, ഡിജിറ്റൽ വാളിലെ ചുവരെഴുത്ത് കാണാത്തവരുടെ സ്ഥാനം ചവറ്റുകുട്ടയിൽ, ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും. അതാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂർ എവിടേക്ക് പോകും? ഞങ്ങൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശശി തരൂർ ഒരിക്കലും BJPയിലേക്ക് പോകത്തില്ല. കാരണം ശശി തരൂരിന് BJPയിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു സെക്യുലർ മനസ്സ് വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും BJPയിലേക്ക് പോകില്ല. പിന്നെ എന്താ സംഭവിക്കുക? അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം ദേശീയ പ്രതിപക്ഷ സഖ്യത്തിൽ ഇടതുപക്ഷത്തോ അല്ലെങ്കിൽ അതുപോലെ എവിടെയോ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാനായിരിക്കും തരൂർ ഇഷ്ടപ്പെടുക. പക്ഷെ തരൂരിനെ
അവഗണിക്കുന്നത് കോൺഗ്രസിൻ്റെ നഷ്ടമായിരിക്കും എന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നു. തരൂരിനെ കൂടെ നിർത്താൻ ശ്രമിക്കുക. തരൂർ കോൺഗ്രസിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അവിടെ വന്നാൽ അദ്ദേഹത്തിന് ബിജെപിയിലേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം അടുത്തൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കോൺഗ്രസിനൊപ്പം തന്നെ നിന്ന് പൊരുതേണ്ടി വരും. അല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് അതിന് മുന്നിൽ ഒരു സെക്കുലർ പൊളിറ്റിക്സിന് വേറെയില്ല. ഇടതുപക്ഷത്തോ അതുപോലെ സോഷ്യലിസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിലോ നിന്നുകൊണ്ട് കോൺഗ്രസ് വിട്ടുവന്നാലും തരൂരിനൊരു സ്പേസ് അവിടെ ഉണ്ടാവും. തരൂർ കോൺഗ്രസ് വിട്ടുപോകുന്നത് കോൺഗ്രസിന്റെ നഷ്ടം, തരൂരിന്റെ നഷ്ടമല്ല. തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നത് വേറെ പാർട്ടി ചേരുമെന്നും പറയില്ല. എനിക്ക് ലോകരാജ്യങ്ങളിൽ എന്നെ പലരും വിളിക്കുന്ന പ്രഭാഷണത്തിന് പലതും ഞാൻ ഒഴിവാക്കുന്നു ഇവിടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സമയവും ഇത്രയും വിലപ്പെട്ട സമയം ഇവിടെ ഒരു പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ ആ പാർട്ടി അദ്ദേഹത്തെ ഒതുക്കി ഒരു മൂലക്കിരുത്തിയാൽ പിന്നെ എത്ര നാളെങ്കിലും സഹിക്കും? തരൂരാവട്ടെ ആരാവട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ ഈ പാർട്ടിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ പാർട്ടി പിന്നെ എന്തിനാണ് ദ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി, ഈ മുത്തശ്ശി പാർട്ടി? അതുകൊണ്ടാണ് തന്നെ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നത്, ഡിജിറ്റൽ ഓഡിയോ ഫയലിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് വേറെ വഴികളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം, കോൺഗ്രസിനും കൊള്ളാം, തരൂരിനും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുക.